വെള്ളക്കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 1/2 കിലോ വെള്ളക്കടല വെള്ളത്തിൽ ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചത്. നമ്മൾ ആദ്യം ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 കപ്പ് സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. അതൊന്ന് കളർ മാറുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 കപ്പോളം തക്കാളി അരിഞ്ഞത്, 5-6 പച്ചമുളക് 2ആയി കീറിയത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. തക്കാളി ഒന്ന് വേകുന്നവരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയിട്ട് വെജിറ്റബിൾ കറി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിലും നമുക്ക് ചേർക്കാം. 1 ടീസ്പൂൺ കറി മസാല ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. പിന്നീട് കടല കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ആ വെള്ളത്തോടു കൂടി ആണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. കടലയ്ക്ക് നികക്കെ വെള്ളം കിടക്കണം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിക്കാം. നന്നായി വെന്തുടഞ്ഞാലും നല്ലതാണ് ഇതിന്. ഇത് ചപ്പാത്തി, അപ്പം ഇതിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. അഞ്ച് വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഇത് തനിയെ പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കടല നന്നായി വെന്തോ എന്ന് നോക്കാം. ഇത് കറക്റ്റ് വേവായിട്ടുണ്ട്. വെന്ത് പൊടിഞ്ഞു പോയാലും ചേർക്കത് ഇഷ്ടമായിരിക്കും. ഇത് കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. നമ്മുടെ കടലക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.